ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ റൊമാൻസ് ഇൻ ദി ഹൗസ് എപ്പിസോഡ് 3 നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ നായകൻ്റെ, അതായത് ടേക്ക് വോണ്ടോ അക്കാഡമിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇവൻ ഇവിടുത്തെ ഒരു ടീച്ചറാണ്. ഈ ചെറിയ പിള്ളേരൊക്കെ ടേക്ക് വോണ്ടോ പഠിപ്പിക്കുന്ന ഒരു സാറാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ തന്നെ ഇവനെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അവർ പറയാണ് ഫ്ലൈയിങ് കിക്ക് ഒന്ന് കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൻ അവർക്ക് ഫ്ലൈയിങ് കിക്കൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഒരു കുട്ടി ചോദിക്കുന്നത്, വില്ലന്മാരെയൊക്കെ അടിക്കാൻ ഇതല്ലേ ഏറ്റവും ബെസ്റ്റ് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ തലേ ദിവസത്തെ ആ ഇൻസിഡൻറ്റ് ആലോചിച്ച് നോക്കുകയാണ്. അതായത് ഇവൻ മേലെ നിന്ന് നോക്കിയപ്പോൾ ഹറാസ്മെൻറ്റ് പോലെ തോന്നി, അതുകൊണ്ടാണ് ഓടിപ്പോയിട്ട് കിക്ക് ചെയ്തത്. അതൊക്കെ ഇപ്പോൾ അവൻ ആലോചിച്ച് നോക്കുകയാണ്. നെക്സ്റ്റ് സീനായിട്ടോ. അപ്പോൾ നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ജെ പ്ലസ് കമ്പനിയാണ്. നമ്മുടെ നായകൻ നോക്കുമ്പോൾ ഒരുപാട് ഗേൾസ് അവിടെ നിന്നിട്ട് ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നു കേട്ടോ. അപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ സെക്യൂരിറ്റീനെ നോക്കിയിട്ടാണ് ഈ ഗേൾസ് എല്ലാവരും തന്നെ ഹാപ്പി ആയി ചിരിച്ച് സംസാരിക്കുന്നത്. അവൻ്റെ ഹെൽപ്പ് എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ട് അവൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു സെക്യൂരിറ്റിക്കാരനെ എല്ലാവരും നോട്ട് ചെയ്തത് അന്ന് ഇവൾ അൺകോൺഷ്യസ് ആയി കിടന്നില്ലേ, അന്ന് ഈ സെക്യൂരിറ്റിയാണ് എല്ലാവരുടെയും മുമ്പിൽ ഹീറോനെ പോലെ ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അന്ന് തൊട്ടാണ് ഈ ഗേൾസൊക്കെ ഇവൻ്റെ പുറകെ കൂടിയിരിക്കുന്നത്. മിറ അങ്ങനെ ഫ്രണ്ടുമായിട്ട് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ സെക്യൂരിറ്റി പെട്ടെന്ന് മിറേനെ കണ്ടിട്ട് മിറയുടെ അടുത്തേക്ക് വരുന്നത് കേട്ടോ. എന്നിട്ട് തലേദിവസത്തെ കാര്യം പറയുമ്പോഴേക്കും നമ്മുടെ മിറ അവനെ വലിച്ചുകൊണ്ട് ആൾക്കാരില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് അവനെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇന്നലത്തെ കാര്യം ഇവിടെ ഒരു കുഞ്ഞു പോലും അറിഞ്ഞു പോകരുത്. ആരെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടാൽ നീ സ്പ്രെഡ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുള്ളൂ. എങ്ങാനും അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിൻ്റെ ജോലി ഞാൻ കളയും മോനെ, എനിക്ക് അതിനുള്ള അതോറിറ്റി ഉണ്ടെന്ന് അവൾ പറയാണ് കേട്ടോ. അപ്പോൾ അവൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അതോറിറ്റി ഒന്ന് ചോദിക്കുകയാണ്. അതിനുള്ള അതോറിറ്റിയൊക്കെ എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അവനൊന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ അവൻ പറയുന്നത്, ഞാൻ വേറെ ഒന്നിനല്ല, ജസ്റ്റ് ഒന്ന് സോറി പറയാൻ വേണ്ടിയിട്ടായിരുന്നു വന്നതെന്ന് പറയുകയാണ്. അപ്പോൾ മിറ പറയാണ്, ഓ സോറിയും അപ്പോളജൈസിങ് ഒന്നും വേണ്ട, അത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു സീനായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മിറ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. നെക്സ്റ്റ് സീനിൽ എയോങ്ങിനെ ആട്ടോ കാണിക്കുന്നത്. തലേ ദിവസം മൂജിയും പറഞ്ഞിരുന്നല്ലോ ഇനി അങ്ങോട്ട് വാടകയൊന്നും റെൻറ്റൊന്നും പേ ചെയ്യേണ്ടെന്ന്. അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ മിറ അങ്ങോട്ട് കാറിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇവരുടെ ഇപ്പോൾ താമസിക്കുന്ന ഈ അപ്പാർട്ട്മെൻറ്റ് നോക്കാൻ വേണ്ടിയിട്ട് വേറൊരു കൂട്ടം ആൾക്കാർ വന്നിട്ടുണ്ട്. അങ്ങനെ ഇവരുമായിട്ട് അകത്ത് പോകുമ്പോഴേക്കും നമ്മുടെ മിറയുടെ അമ്മ പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയാണ്, ഞങ്ങളിവിടെ നിന്ന് മാറുന്നില്ല, സോറി താങ്ക് യു ഒക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് മൂവ് ചെയ്യുന്നില്ല എന്ന് എയോങ് തീരുമാനിച്ചു. ആ ഒരു ഡിസിഷൻ നമ്മുടെ മിറേനെ അറിയിക്കുകയാണ്. എയോങ് അപ്പം മിറേനോട് പറയാണ്, നമ്മൾ പെർ മന്ത് ഇവിടെ കൊടുക്കുന്ന കാശ്, അതായത് ഒരു 7 ലക്ഷം വോണാണ്. 7 ലക്ഷം വോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മണി എന്ന് പറയുമ്പോൾ ഒരു 45,000 രൂപ. അതായത് ഒരു വർഷത്തിൽ ഒരു 10-12 ലക്ഷം രൂപ റെൻറ്റിന് മാത്രമായിട്ട് ഇവർ പേ ചെയ്യുന്നുണ്ട്. കുറച്ച് നാൾ റെൻറ്റ് പേ ചെയ്തില്ലെങ്കിൽ ഈ ഒരു ക്യാഷ് എന്ന് പറയുന്നത് സേവിങ് ആയിട്ട് ഇവരുടെ കയ്യിൽ കിടക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറാമെന്നാണ് നമ്മുടെ അമ്മ പറയുന്നത് കേട്ടോ. അപ്പോൾ മകൾക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പം അങ്ങനെ മൂവ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം എയോങ് ഡിസൈഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മിറ ചോദിക്കുകയാണ്, അല്ല അമ്മ അയാളുടെ ക്യാഷ് കണ്ടിട്ടാണോ ഇങ്ങനെ പറയുന്നത് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ടോ. അപ്പോൾ അമ്മയുടെ എക്സ്പ്രഷനൊക്കെ മാറുമ്പോൾ മിറയും അല്ല അവിടെ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മിറ അവിടെ നിന്ന് നൈസായിട്ട് മാറിപ്പോവാണ്. അപ്പോൾ അമ്മയുടെ ഡിസിഷനോടെ പറഞ്ഞു. നെക്സ്റ്റ് സീനിൽ മൂജിനെ ആട്ടോ കാണിക്കുന്നത്. അവനാണെങ്കിൽ അവിടെ ഇരുന്ന് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുമ്പോഴാണ് മകൾ അങ്ങോട്ട് കയറി വരുന്നത് കേട്ടോ. എന്നിട്ട് മകൾ സംസാരിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ അവനും ഓക്കെ എന്ന് പറഞ്ഞ് സംസാരിക്കാതിരിക്കുകയാണ്. മിറേനെ കണ്ടപ്പോൾ നമ്മുടെ മൂജിൻ ചോദിക്കുകയാണ്, അപ്പോൾ അമ്മ എൻ്റെ ഓഫർ അക്സെപ്റ്റ് ചെയ്തൂലേ എന്ന്. അപ്പോൾ നമ്മുടെ മിറ പറയാണ്, ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ക്യാഷ് ആയിട്ട് തന്നാൽ മതി എന്ന് പറയാണ് കേട്ടോ. അന്ന് ഡിവോഴ്സ് ആയപ്പോൾ അലിമണി ഒന്നും തന്നില്ലല്ലോ, അതിപ്പോൾ തന്നാലും മതി എന്ന് പറയുമ്പോൾ നമ്മുടെ മൂജിനാണെങ്കിൽ ഇല്ല ഞാൻ തരില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മിറയ്ക്ക് ദേഷ്യം വരികയാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നേ ചോദിക്കുമ്പോൾ നമ്മുടെ മൂജിൻ പറയാണ്, ഞാൻ നിൻ്റെ അമ്മേനെ സെഡ്യൂസ് ചെയ്യുമെന്ന് പറയാണ് കേട്ടോ. സെഡ്യൂസ് ചെയ്യുന്ന കേട്ടപ്പോൾ നമ്മുടെ മിറയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പം മിറ ചോദിക്കുകയാണ്, നിങ്ങൾ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് വേറെ ആരെയും കല്യാണമൊന്നും കഴിച്ചില്ലേ, ഉണ്ടെങ്കിൽ തന്നെ എന്താ അവർ വന്ന് നിങ്ങളുടെ കൂടെ നിൽക്കാതെ അവരെ വിളിച്ചുകൂടെ എന്നൊക്കെ പറയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ അവിടെ ഒന്ന് സ്റ്റക്ക് ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ പോയി ഇരിക്കുകയാണ്. മോജിൻ എന്നിട്ട് ഒരു പെന്നും പേപ്പറൊക്കെ എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ മിറയായിട്ട് ഒരു അഗ്രിമെൻ്റ് എഴുതാൻ പോവുകയാണ്. 4 ആഴ്ചയുടെ ഉള്ളിൽ വിത്തിൻ 4 വീക്സ് നിൻ്റെ അമ്മേനെ ഞാൻ സെഡ്യൂസ് ചെയ്യും, അല്ല സെഡ്യൂസ് എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് റിക്കൺസൈൽ ആവും എന്ന് പറയാണ്. ആയില്ലെങ്കിൽ അലിമണി ഞാൻ പേ ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മുടെ നായക പറയാണ്, അലിമണി ഒന്നും വേണ്ട, ആ വില്ല തന്നാൽ മതി എന്ന് പറയാണ് കേട്ടോ. അവളും അവിടെ വന്നിരുന്നിട്ട് ഒരു ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്നുണ്ട്. മൂജിൻ ഈ ഒരു അഗ്രിമെൻറ്റിൽ ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വില്ല, എമിലി വില്ല ഇവർക്ക് കൊടുക്കണം അലിമണി ആയിട്ടെന്നാണ് പറയുന്നത് കേട്ടോ നമ്മുടെ നായിക. മൂജിൻ എന്നിട്ട് പറയാണ്, ഇത് വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ നീയും നിൻ്റെ അനിയനും നമ്മളെല്ലാവരും പിന്നെ ഒരുമിച്ചായിരിക്കുമെന്ന് ഇവളെ ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. അതെ, മൂജിനും മിറയും രണ്ടുപേരും അഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യുകയാണ്. അങ്ങനെ ഇവിടെ ഒരു ബെറ്റ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ എയോങ് ആണെങ്കിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനസ്സിലെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ നിൽക്കുന്നത്, അതായത് ആ ഒരു വീടിന് വേണ്ടി നിൽക്കുന്നത് ക്യാഷിൻ്റെ ആവശ്യത്തിനാണ്, അല്ലാതെ വേറെ ഒന്നിനും അല്ല. എനിക്ക് അവനോട് സ്നേഹമൊന്നുമില്ല, ഇഷ്ടമൊന്നുമില്ല എന്ന് മനസ്സിലിങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ മിസ്റ്റർ ചോയ് ആണെങ്കിൽ ഒരു പുതിയ ലോക്ക് വേണം തൻ്റെ സെമി ബേസ്മെൻറ്റ് അപ്പാർട്ട്മെൻറ്റിൽ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് പുറത്ത് നമ്മുടെ പ്രസിഡൻറ്റ്, ഇവരെല്ലാവരും പ്രസിഡൻ്റ് എന്നാണ് കേട്ടോ നമ്മുടെ അച്ഛനെ വിളിക്കുന്നത്, അതായത് മൂജിനെ വിളിക്കുന്നത് പ്രസിഡന്റ് മൂജിൻ എന്നാണ്.
അപ്പോൾ എമിലി വില്ലയുടെ സൈൻ ബോർഡ് ആ തീപിടുത്തത്തിൽ കേടായി പോയതുകൊണ്ട് പുതിയതൊന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ജാങ് ആണെങ്കിൽ നൈസായിട്ട് സ്റ്റോക്ക് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൂജിന് ഒരു സീരിയസ് എക്സ്പ്രഷനാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോഴാണ് പറയുന്നത് മിസ്റ്റർ ചോയ് വന്നിട്ടുണ്ട് ലോക്കിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് ചോയിനെ കാണിക്കാൻ പോകുമ്പോൾ അവിടെ ചെയർ മാത്രമേ ഉള്ളൂ, ചോയ് ഇല്ല കേട്ടോ. ചോയ് ആണെങ്കിൽ നമ്മുടെ മൂജിൻ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ഇരുട്ടത്ത് ഒളിച്ചിരിക്കുകയാണ്. അതേ നെക്സ്റ്റ് ഡേ നമ്മുടെ നായിക ഓഫീസിൽ പോകാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ അച്ഛൻ ആ ഒരു അഗ്രിമെൻറ്റ് അതൊരു ലീഗൽ ആക്കി എന്ന് പറഞ്ഞിട്ടുള്ള സൈനൊക്കെ ആയിട്ട് കൊണ്ടുവരുന്നത് കേട്ടോ. ആ സമയത്ത് തന്നെ ഇവൾ ഈ മാസത്തെ റെൻറ്റാന്ന് പറഞ്ഞ് ക്യാഷും കൊടുക്കുന്നുണ്ട്. അവൾ അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോഴാണ് അച്ഛൻ ചോദിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് വേണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയുകയാണ്, ഇതിനുള്ള ഉത്തരം ഞാൻ വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞിട്ടുണ്ട്, അതായത് ഗെറ്റ് ലോസ്റ്റ്, ഇനി അങ്ങനെ ഒരു അച്ഛൻ എനിക്കില്ല എന്ന് പറഞ്ഞില്ലേ, ആ സെയിം കാര്യം തന്നെയാണ് ഇവിടെ നമ്മുടെ മിറെ അച്ഛനെ ഓർമ്മിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ അച്ഛന് നല്ല വിഷമാവുന്നുണ്ട്. നമ്മുടെ മിറയാണെങ്കിൽ നടന്നു പോകുമ്പോൾ അച്ഛൻ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നേന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ സൈഡിലൊരു കഫേയിൽ ഐസ്ഡ് ചോക്ലേറ്റ് വാങ്ങുന്നത് കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ നായികയും അവിടെ ചെന്നിട്ട് അതിൻ്റെ കൂടെ ഐസ്ഡ് അമേരിക്കാനോ കൂടി വേണമെന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് അവൻ്റെ ഡ്രിങ്ക്സിൻ്റെ പേയ്മെൻറ്റൊക്കെ അവളാണ് കേട്ടോ ചെയ്യുന്നത്. സെക്യൂരിറ്റി ചോദിക്കുന്നുണ്ട്, അല്ല ഇന്നലത്തെ ഇതിന് പരിഹാരമായിട്ടാണോ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, അതെ അതിന് പരിഹാരമായിട്ടാണ്, മാത്രമല്ല നിൻ്റെ വായ ഒന്ന് മൂടാനും കൂടി വേണ്ടിയാണെന്ന് പറയുകയാണ്. കലിപ്പിലൊന്നുമല്ല, രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ടോ സംസാരിക്കുന്നത്. മിറ പറയാണ്, അന്ന് എൻ്റെ ഹോസ്പിറ്റൽ ബില്ല് പേ ചെയ്തില്ലേ, അപ്പോൾ അതിന് പകരമായിട്ട് ഇനി എപ്പോഴൊക്കെ നമ്മൾ മീറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ ഡ്രിങ്ക്സ് ഞാൻ വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് മിറ അവിടെ നിന്ന് പോവുകയാണ്. മിറയാണെങ്കിൽ അവിടുത്തെ ബിഗ്ഗസ്റ്റ് കപ്പിലാണ് ഐസ്ഡ് അമേരിക്കാന വാങ്ങി കുടിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് സീൻ കാണിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ ആ ഒരു ബിസിനസ് പാർട്ട്ണറുമായിട്ട് സംസാരിക്കുകയാണ്, മകളുമായിട്ട് ഇങ്ങനെ ഒരു അഗ്രിമെൻറ്റ് വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ബിസിനസ് പാർട്ട്ണർ അല്ലെങ്കിൽ ഫ്രണ്ട് പറയുകയാണ്, ഇതൊക്കെ ഞാൻ ശരിയാക്കി തരാം, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല പറഞ്ഞിട്ട് അവൻ ആ പേപ്പർ വാങ്ങി എഴുന്നേൽക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ അച്ഛൻ്റെ എക്സ്പ്രഷനൊക്കെ മാറുകയാണ് കേട്ടോ. ഇതിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു അഗ്രിമെൻറ്റ് അവൻ തിരിച്ചു വാങ്ങുകയാണ് കേട്ടോ, ചെറിയൊരു ചിരിയോട് കൂടിയിട്ട്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ മിസ്റ്റർ ചോയുടെ റൂമിന് ആ ഒരു കോളിംഗ് ബെല്ലൊക്കെ അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ജാങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡോർ തുറക്കുകയാണ്. അപ്പോൾ ലോക്ക് മാറ്റി വയ്ക്കാൻ പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടി വന്നതാണ് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റൊക്കെ ആരടച്ച് ചോദിക്കുമ്പോൾ അത് പിന്നെ ഈ ലോക്കിൻ്റെ ഒക്കെ പേയ്മെൻറ്റ് ആരടക്കുക, നമ്മുടെ പ്രസിഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഡോറ് കംപ്ലീറ്റ് തുറക്കുമ്പോഴാണ് ഇങ്ങനെ നമ്മുടെ പ്രസിഡൻറ്റിനെ കാണുന്നത് കേട്ടോ. ജാങ് ആണെങ്കിൽ ഞാൻ എൻ്റെ ടൂൾ ബോക്സ് കാറിൽ വെച്ച് മറന്നു, അത് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സ്റ്റെപ്പ് കയറി പോവുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ പ്രസിഡൻറ്റ് മൂജിൻ പറയുന്നത്, മിസ്റ്റർ ചോയ് എന്നെ മുൻപ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, എവിടെ എന്നെ കണ്ടേന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും മിസ്റ്റർ ചോയ് ജീവനും കൊണ്ട് സ്റ്റയർ കേസൊക്കെ കയറി പുറത്തേക്ക് ഓടിപ്പോവാണ് കേട്ടോ. നെക്സ്റ്റ് സീനിൽ ദേ ഇങ്ങേരുടെ ഈ ഹോട്ടലാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ മിസ്റ്റർ ചോയ് ആണെങ്കിൽ ആകെ വെപ്രാളപ്പെട്ടിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരുവിധം പറഞ്ഞൊപ്പിക്കുകയാണ്, അന്ന് നമ്മുടെ പ്രീവിയസ് ഓണർ മരിക്കുന്നതിൻ്റെ തലേ ദിവസം പ്രസിഡന്റ് മൂജിനെയും അതുപോലെ തന്നെ നമ്മുടെ മുൻപത്തെ ഓണറേയും ഒരുമിച്ച് നടന്നു പോകുന്നത് ഞാൻ കണ്ടിരുന്നു എന്ന് പറയാണ് കേട്ടോ. ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ചോയ് പോയി കഴിയുമ്പോൾ ബാക്കി എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും, അതായത് നമ്മുടെ പ്രീവിയസ് ഓണർ മരിക്കുന്ന സമയത്ത് എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് നമുക്ക് തോന്നിയിരുന്നോ ചോദിക്കുകയാണ്. അപ്പോൾ 302 ഓപ്പോസിറ്റുള്ള 301 ഈ ഒരു ലേഡീനെ ഇവർ കോൾ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ആ ലേഡി പറയാണ്, ഞാൻ നൈറ്റിൽ ആരുടെയൊക്കെയോ സംസാരമൊക്കെ അവിടെ കേട്ടിരുന്നു എന്ന് പറയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഹോട്ടൽ ഓണറും പറയുന്നത്, ഒരു സസ്പീഷ്യസ് ആയിട്ടൊരു കാര്യം ഞാനും കണ്ടുവന്ന്, ജോഗിങ്ങിന് ഒരു ദിവസം കാലത്ത് പോകുമ്പോൾ നമ്മുടെ പ്രസിഡൻറ്റ് മൂജിനാണെങ്കിൽ ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഷോൾഡർമേ, അതായത് കൈമൊക്കെ ആയിട്ട് വലിയൊരു ടാറ്റു കണ്ടു. ഈ സിനിമയിലൊക്കെ ഗാങ്സ്റ്റേഴ്സിൻ്റെ കയ്യിലൊക്കെ ഉണ്ടാവില്ലേ, അതുപോലത്തെ വലിയൊരു ടാറ്റു. മാത്രമല്ല ഭയങ്കരമായിട്ട് എക്സസൈസും ചെയ്യുന്നുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര സസ്പീഷ്യസ് ആയിട്ട് തോന്നിയെന്ന് പറയണം. അപ്പോഴാണ് നമ്മുടെ ഗ്രാൻഡ്മയും പറയുന്നത്, അതായത് ഒരു തവണ നമ്മുടെ മൂജിൻ, അതായത് പ്രസിഡൻറ്റ് മൂജിൻ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഒരു സോഫ്റ്റ് ടോഫു കടയിൽ കയറി കഴിക്കുന്ന കണ്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ ജാങ് പറയുന്നുണ്ട്, സോഫ്റ്റ് ടോഫു ഒക്കെ ആർക്കും ഇഷ്ടമില്ലാത്ത, അയാളത് കഴിക്കാൻ വേണ്ടി പോയതാവെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ സ്പെക്സ് പറയുന്നത്, ഞാനൊരു ദിവസം നമ്മുടെ റൂഫിൻ്റെ മേലെ ബ്ലാങ്കറ്റ് ഇടാൻ വേണ്ടി പോയപ്പോൾ നമ്മുടെ പ്രസിഡൻറ്റ് മൂജിൻ അങ്ങേരുടെ തീപ്പെട്ടിയിൽ നിന്ന് എന്തൊക്കെയോ കത്തിക്കുന്ന കണ്ടു എന്ന് പറയാണ് കേട്ടോ. എന്താ കത്തിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ട്രേസസ് ആണെന്ന് പറഞ്ഞു കേട്ടോ മൂജിൻ. എന്നിട്ട് നമ്മുടെ സ്പെക്സ് ഒരു കവറിൽ കുറച്ച് തീപ്പെട്ടിക്കൊള്ളിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു കവർ കാണിച്ചിട്ട് പറയുകയാണ്, ഇത് തെളിവാണ്. എന്തിൻ്റെയാണെന്നറിയോ, നമ്മുടെ മുൻപത്തെ ഓണർ മരിക്കുമ്പോൾ അങ്ങേരുടെ ബാൽക്കണിയുടെ നേരെ താഴെ മണ്ണിൽ ഈ തീപ്പെട്ടിക്കൊള്ളി എടുക്കുന്നുണ്ടായിരുന്നു. അതായത് ഭയങ്കര സസ്പീഷ്യസ് ആയി തോന്നുന്നില്ലേ എന്ന് പറയാണ് കേട്ടോ, അത് കാണിച്ചു കൊടുത്തിട്ട്. അപ്പോഴാണ് ഗ്രാൻഡ്മയും ബാക്കി എല്ലാവരും പറയുന്നത്, ശരിയാണ്, നമ്മുടെ മുൻപത്തെ ഓണറിന് ഈ വില്ല വിൽക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ട് ചിലപ്പോൾ ഇനി കൊന്നതിന് ശേഷം വില്ല കൈക്കലാക്കിയതാണോ എന്നൊക്കെ സംസാരിച്ചിരിക്കുമ്പോഴാണ് അവിടേക്ക് നമ്മുടെ എയോങ് വരുന്നത് കേട്ടോ. പക്ഷേ എയോങ്ങിനോട് ഒരു കാര്യമായിട്ട് സംസാരിക്കാനൊന്നും ഒരുങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ എയോങ് ഓക്കെ ശരി പിന്നെ കാണാം എന്ന് പറഞ്ഞ് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് മാനെ സ്പെക്സ് വാൺ ചെയ്യാണ്, അവർ ഡിവോഴ്സ് ആണെങ്കിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ കെയർഫുള്ളായി ബിഹേവ് ചെയ്യണമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴും ജാങ് ആണെങ്കിൽ ഇവരുടെ ഈ വെപ്രാളമൊക്കെ കണ്ടിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ.
നെക്സ്റ്റ് ഡേ നമ്മുടെ ഹ്യോങ്ജു ആണെങ്കിൽ ഈ ഒരു വില്ലയിലുള്ള എല്ലാവർക്കും റൈസ് കേക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കേട്ടോ. അതായത് അവൻ്റെ അച്ഛൻ ഇങ്ങോട്ട് താമസം മാറിയിട്ട് ഒരു വെൽക്കം ട്രീറ്റ് എന്ന രീതിയിലാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വഴിയിൽ വെച്ചിട്ട് നമ്മുടെ അച്ഛനും റൈസ് കേക്കിൻ്റെ ഒരു കവർ വൈഫിന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വൈഫിനോട് പറയുന്നുണ്ട്, നീ ഇപ്പോഴും നല്ല പ്രെറ്റിയാണ്, നിന്നെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ, നിനക്ക് പ്രായമായെന്നേ തോന്നില്ല എന്ന് പറയാണ്. അപ്പോൾ വൈഫ് പറയാണ്, നിങ്ങളിപ്പോഴും പണ്ടത്തെ പോലെ ഇമ്മെച്ചുവർ ആണെന്ന് പറയാണ്. എന്നിട്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. നെക്സ്റ്റ് സീനിൽ നമ്മുടെ മിറേനെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഒരു മീറ്റിങ്ങിലായിരുന്നു മിറ. അപ്പോൾ കൊളീഗ് ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാം, അപ്പോഴേക്കും നീ ലിഫ്റ്റിൻ്റെ അവിടേക്ക് ചെല്ലുമെന്ന് പറയാണ്. അങ്ങനെ കൊളീഗ് ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും പെട്ടെന്ന് ലിഫ്റ്റിൻ്റെ അകത്തുനിന്ന് ഒരു വോയിസ് കേൾക്കുകയാണ്, ഫാദർ എന്ന് വിളിക്കുന്ന ഒരു വോയിസ്. അപ്പോൾ ലിഫ്റ്റ് ഓപ്പൺ ആയപ്പോൾ കാണുന്നത് ഈ ജെ+ൻ്റെ സിഇഒനെയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ സെക്യൂരിറ്റീനെയാണ് കേട്ടോ. അപ്പോൾ തന്നെ ഇവൾക്ക് കാര്യം മനസ്സിലായി, ഒരാൾ സിഇഒ ആണ്, ഒരാളപ്പം മകനാണെന്ന്. നമ്മുടെ കൊളീഗ് ആണെങ്കിൽ അങ്ങോട്ട് ആരാ എന്താന്ന് ചോദിച്ചെത്തുന്നതിന് മുൻപ് ഇവർ രണ്ടുപേരും കൂടിയിട്ട് നമ്മുടെ മിറേനെ അകത്തേക്ക് വലിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ലിഫ്റ്റിൻ്റെ ഡോറ് ക്ലോസ് ചെയ്യാണ്. മിറയാണെങ്കിൽ അകത്തെത്തി എന്ത് പറയണമെന്നറിയില്ല, അവർക്കും എന്ത് പറയണമെന്നറിയില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ സിഇഒ എന്തെങ്കിലുമൊക്കെ അവളോട് പറയണമെന്ന് വിചാരിച്ച് വായ തുറക്കുമ്പോഴേക്കും ആ ലിഫ്റ്റ് ഓപ്പൺ ആവുകയാണ്. ഉടനെ തന്നെ അവൾ താങ്ക് യു, സീ യു സർ ലേറ്റർ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പുറത്ത് ആൾക്കാരുണ്ടായിരുന്നത് കൊണ്ട് മിറയിനോടൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. ഈ സമയത്താണ് നമ്മുടെ സിഇഒ മകനെ വിളിക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ സെക്യൂരിറ്റിനെ വിളിക്കുന്നത്. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞത് ആ സെക്യൂരിറ്റി ജോബിന് കയറണ്ടെന്ന്. ഇനി ആ ടെക്ക് ബോക്കി ഗേളിനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പം നമ്മുടെ സെക്യൂരിറ്റി പറയാണ്, ആ കാര്യമൊക്കെ ഞാൻ ഓക്കെ ആക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് കോള് കട്ടാക്കുകയാണ് കേട്ടോ നമ്മുടെ സിഇഒ ആയിട്ട്. ഇതേ സമയം നമ്മുടെ ഹ്യുങ്ജു നമ്മുടെ ഓണ്ട് ജിയോങ്ങിനും റൈസ് കേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ജിയോങ് പറയുന്നത്, നിൻ്റെ അച്ഛൻ ഇന്നേ വരെ ഞാൻ കണ്ടില്ലല്ലോ പറയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും, അതായത് നമ്മുടെ മൂജിനും ജിയോങ്ങിനും പരസ്പരം കണ്ടപ്പോൾ ഷോക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, ചിരിച്ചിട്ട് പോവുകയാണ്. ഇതിനുശേഷം നമ്മുടെ അച്ഛനും മകനും കൂടി പുറത്തൊരു സ്ഥലത്ത് പോയിരുന്നു ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും ഇപ്പോൾ ഇരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് നമ്മുടെ എയോങ് മുൻപ് നടത്തിയിരുന്ന ആ സ്നാക്ക് ബാറിൻ്റെ ഷോപ്പായിരുന്നു കേട്ടോ. മൂജിൻ അപ്പം മകനോട് ചോദിക്കുകയാണ്, അപ്പോൾ അമ്മ വർക്ക് ചെയ്യുന്നത് മിറയുടെ അതേ കമ്പനിയിലാണല്ലേ എന്ന്. അപ്പോൾ ഹ്യുങ്ജോ പറയുന്നുണ്ട്, മിറ ഒരുപാട് തവണ അമ്മേനോട് വർക്കിനൊന്നും പോകണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അമ്മ ഭയങ്കരമായിട്ട് ഇൻസിസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഇപ്പോൾ പാർട്ട് ടൈമിന് അമ്മ വർക്ക് ചെയ്യുന്നതെന്ന് പറയാണ്. മൂജിൻ ചോദിക്കുന്നുണ്ട്, മിറയ്ക്ക് അവളുടെ ജോബ് ഇഷ്ടമാണ്, അവൾക്ക് ബോയ് ഫ്രണ്ട് ഒന്നും ഇല്ല ചോദിക്കുമ്പോൾ നമ്മുടെ ഹ്യുങ്ജോ പറയാണ്, അവൾക്ക് അതിനൊന്നും സമയം കിട്ടിക്കാണില്ല, അവൾക്ക് ബോയ് ഫ്രണ്ട് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവെന്ന് പറയാണ്. അപ്പോഴാണ് മോജിൻ ചോദിക്കുന്നത്, നിങ്ങളെന്താ ഇവിടെ തന്നെ സ്റ്റേ ചെയ്തത്, നിങ്ങൾക്ക് പുതിയൊരു സ്ഥലത്ത് പോയിട്ട് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യായിരുന്നില്ലേ നിങ്ങളുടെ ലൈഫ് എന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ ഹ്യുങ്ജു പറയാണ്, അത് പിന്നെ അച്ഛൻ അറിയില്ലേ നമ്മുടെ അമ്മയുടെ സ്വഭാവവും എൻ്റെ പെങ്ങളുടെ സ്വഭാവമൊക്കെ. രണ്ടുപേർക്കും ഈ നാട്ടുകാരുടെ മുമ്പിൽ നന്നായി ജീവിച്ച് കാണിക്കണം എന്നൊരാഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യണമെന്ന് പറയാണ്. അപ്പോൾ അച്ഛനൊന്ന് ആലോചിച്ചിട്ട് പറയാണ്, ഇവിടെയുള്ള എല്ലാ നൈബേഴ്സിനും ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്രൂട്ട് ബാസ്ക്കറ്റ് തന്നെ കൊടുക്കണം എന്ന് പറയാണ് കേട്ടോ. അച്ഛൻ്റെ വകയാണെന്ന് പറയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇവർ രണ്ടുപേരും കൂടി പോകുമ്പോഴാണ് ഒരാളെ മീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഹ്യുങ്ജു ആയിട്ട് സംസാരിച്ചിട്ട് അയാൾ നടന്നു പോവാണ്. പക്ഷേ ഹ്യുങ്ജുവിന് അയാളെ തീരെ ഇഷ്ടമല്ല എന്ന് നമ്മുടെ അച്ഛന് മനസ്സിലാവുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ് അത് ആരാണെന്ന്. അപ്പോൾ നമ്മുടെ ഹ്യുങ്ജു പറയാണ്, നമ്മൾ പ്രീവിയസ് ആയി താമസിച്ചിരുന്ന വീട്ടിൻ്റെ ഓണറായിരുന്നു ഇയാൾ. അയാളുടെ കല്യാണമൊക്കെ കഴിഞ്ഞതാ, പക്ഷേ അമ്മയുടെ ഫോണിലേക്ക് അയാളുടെ വൈഫ് കാണാതെ എപ്പോഴും എപ്പോഴും വിളിക്കുമായിരുന്നു. മാത്രമല്ല കള്ളു കുടിച്ചു കഴിഞ്ഞാൽ അയാൾ നമ്മുടെ വീടിനകത്തേക്ക് ഇടിച്ച് കയറാനൊക്കെ ശ്രമിക്കുമായിരുന്നു. അമ്മ അയാളെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ അച്ഛൻ്റെ ഫ്രണ്ടുമായിട്ട് ഫോണിലൊക്കെ സംസാരിക്കുമ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട്, മോനെ നീ അത്ര വലിയ ബില്യണയറൊന്നല്ല, കാശൊന്നും ഇങ്ങനെ വെറുതെ ചിലവാക്കല്ലേ എന്നൊക്കെ അച്ഛനോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛൻ്റെ റൂമിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോഴാണ് റൂമിൻ്റെ ഓപ്പോസിറ്റ്, അതായത് ഓപ്പോസിറ്റുള്ള റൂമിലത്തെ നമ്മുടെ ജിയാങ്ങിന് അവിടെ നിൽക്കുന്നത് കേട്ടോ. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഞാനൊന്നും അയോങ്ങിനോട് പറയാൻ പോകുന്നില്ല എന്ന് പറയാണ്. നമ്മൾ രണ്ടുപേരും കംപ്ലീറ്റ് സ്ട്രേഞ്ചേഴ്സ് ആണെന്ന് പറയുമ്പോൾ നമ്മുടെ മൂജിൻ ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഹെൽത്ത് ഒന്നും കുഴപ്പമില്ലല്ലോ എന്ന്. അതിന് ഒരു മറുപടിയും തന്നെ നമ്മുടെ ജിയോങ്ങിൻ പറയുന്നില്ല കേട്ടോ. നെക്സ്റ്റ് സീനിൽ നമ്മുടെ മിറൈ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ കൊളീഗാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്നലെ ആരായിരുന്നു ആ ലിഫ്റ്റിനകത്ത്, നീ കണ്ടതല്ലേ, പറയ് പ്ലീസ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അവളാണെങ്കിൽ ലാസ്റ്റ് ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അപ്പോൾ അവൾ പോയതിന് ശേഷം ബാക്കിയുള്ള രണ്ട് കൊളീഗ്സും ചോദിക്കുന്നുണ്ട്, നീ കാലത്തൊട്ട് തുടങ്ങിയതാണല്ലോ മിറൈനെ ചൊറിയൽ, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഈ കൊളീഗ് പറയാണ്, ഇന്നലൊരു സംഭവം ഉണ്ടായി, എനിക്ക് തോന്നുന്നത് നമ്മുടെ സിഇഒയുടെ മകൻ ഇതേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ്. അത് മിറൈ കണ്ടിട്ടുണ്ട്, പക്ഷെ അവൾ പറയുന്നില്ല എന്ന് പറയാണ്. സമയം നമ്മുടെ മിറയാണെങ്കിൽ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ നമ്മുടെ സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതലൊന്നും സംസാരിക്കാതെ നമുക്കിവിടെ ഒരു ഡിന്നർ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഡിന്നർ കഴിക്കാൻ പോയിരിക്കുകയാണ്. അപ്പം നമ്മുടെ സെക്യൂരിറ്റി ആണെങ്കിൽ എന്തെങ്കിലും പറയുന്നതിന് മുൻപേ മിറ പറയാണ്, എന്നോട് ഇങ്ങോട്ടൊന്നും തന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, എനിക്ക് വേണ്ടത് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് സ്പേസ് ആണ്. ഇപ്പം നമുക്ക് രണ്ടുപേർക്കും പരസ്പരം ഓരോ സീക്രട്ട് അറിയാം, അപ്പോൾ അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ, നമുക്ക് രണ്ടുപേർക്കും എക്സ്പ്ലനേഷൻ്റെ ഒന്നും ആവശ്യമില്ല. സെക്യൂരിറ്റി ചോദിക്കുകയാണ്, അല്ല നീ ശരിക്കും വിചാരിച്ചിരുന്നോ ഞാൻ മാർട്ടിലുള്ള എംപ്ലോയീസുമായിട്ട് ഇതൊക്കെ ഷെയർ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മിറ പറയുകയാണ്, അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല, എങ്കിലും പരസ്പരം നമുക്കൊരു മനസ്സമാധാനം വേണ്ടേ, അതിനു വേണ്ടി പറഞ്ഞെന്ന് മാത്രം എന്ന് പറയാണ്.
എന്നിട്ട് ഹാൻഡ് ഷേക്ക് കൊടുത്തിട്ട് രണ്ടുപേരും അവിടുന്ന് പിരിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും പരസ്പരം ഒന്നും അറിയില്ല കേട്ടോ എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടുന്ന് പോവാണ്. ഒരാൾ കാറിലും നമ്മുടെ സെക്യൂരിറ്റി അവൻ്റെ സൈക്കിളിലുമാണ് പോകുന്നത്. മിറയാണെങ്കിൽ കാറിലിരുന്ന് തലേദിവസം ഇവനൊന്ന് ഭീഷണിപ്പെടുത്തിയില്ലേ, ഹയർ അതോറിറ്റീസിനെ പറഞ്ഞ് ഞാൻ നിന്നെ ഡിസ്മിസ് ചെയ്യുന്നൊക്കെ, അതൊക്കെ ആലോചിച്ച് ഭയങ്കര എംബാരസ് ആയിട്ടാട്ടോ കാറിലിരിക്കുന്നത്. അതേ മിറയെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അമ്മയും ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ അവളുടെ കാറിൻ്റെ ഡിക്കിയിൽ അവളൊരു ഡൈനിങ് ടേബിൾ പുതിയത് വാങ്ങിയിട്ടുണ്ട്. അമ്മ കുറേ നാളായില്ലേ പറയണം, അതുകൊണ്ട് വാങ്ങിയതാണെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ആളൊരു ഡൈനിങ് ടേബിളൊക്കെ ആയിട്ട് റൂമിൽ കയറുകയാണ്. അങ്ങനെ റൂമിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് കാണുന്നത് ഒരുപാട് ഇലക്ട്രോണിക് ഐറ്റംസ്, വാഷിംഗ് മെഷീൻ, മസാജ് ചെയർ, ഫ്രിഡ്ജ്, ടി വി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് കേട്ടോ. അപ്പം അമ്മ പറയാണ് അതൊക്കെ ഉടനെ തന്നെ റീഫണ്ട് ചെയ്യുന്നത്. കാര്യം വേറെ ഒന്നുമല്ല, ഇവൻ വാങ്ങിയതാണ് കേട്ടോ ഇതൊക്കെ അച്ഛൻ്റെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതേ ഒരു കമ്പനിയിലേക്ക് വിളിച്ച് റീഫണ്ടിന് ചോദിക്കുകയാണ്. പക്ഷേ അവൻ്റെ ഒരു ടാബ്ലറ്റും സ്മാർട്ട് വാച്ചും മാത്രം റീഫണ്ട് ചെയ്യാൻ അവൻ പറയുന്നില്ല കേട്ടോ. അതൊക്കെ മെല്ലെയാണ് പറയുന്നത്, ഇവരൊന്നും കേൾക്കാതെ. അതെ, അമ്മയും മക്കളും കൂടിയിട്ട് ഡൈനിങ് ടേബിൾ സെറ്റാക്കുകയാണ്. ഒരു ചെയർ മാത്രം ശരിയാവുന്നില്ല. ഒരു ടേബിളും 4 ചെയറുമാണ് വാങ്ങിയത്. പക്ഷേ ഒരു ചെയർ സെറ്റ് ആവുന്നില്ല കേട്ടോ. അപ്പോൾ അവർ പറയാണ് നമ്മളൊരു 3 പേരല്ലേ ഉള്ളൂ, അപ്പോൾ 3 ചെയർ മതിയല്ലോ എന്ന് പറഞ്ഞ് അവരവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ മിറ പറയുന്നത് ഞാൻ അസിസ്റ്റൻറ്റ് മാനേജർ ആയിക്കഴിഞ്ഞാൽ ഈ പഴയ ഫ്രിഡ്ജ് മാറ്റിയിട്ട് പുതിയതാക്കാം. അപ്പോൾ അമ്മ പറയാണ് അത് ശരിയാണ്, എൻ്റെ സേവിങ്സിൽ നിന്ന് കുറച്ചും കൂടി ക്യാഷും കൂടി എടുക്കാം, എന്നിട്ട് നമുക്ക് 4 ഡോറുള്ള ഒരു ഫ്രിഡ്ജ് വാങ്ങണമെന്ന് പറയാണ് കേട്ടോ. സേവിങ്സ് ഒക്കെ മെച്ചറായില്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഡേ കാണിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് തലേ ദിവസം കിട്ടിയ ആ റൈസ് കേക്ക് ഇവിടെ വേസ്റ്റ് ബിന്നിൽ കൊണ്ടുവന്ന് ഇടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജാങ് പറയുന്നുണ്ട് ഞാൻ കഴിച്ചല്ലോ, എനിക്ക് പോയ്സൺ ഒന്നും അടിച്ചല്ലോ, എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല പറയാണ്. ആ സമയത്താണ് നമ്മുടെ ഹോട്ടൽ ഓണറിന് ഒരു കോൾ വരുന്നത് കേട്ടോ. അതായത് മൂജിൻ തലേ ദിവസം ഒരാളെ തല്ലി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ നായിക കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് നമ്മുടെ എയ്യോങ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ ഗ്രാൻഡ് ഐറ്റംസ് വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഗ്രാൻഡ് ആണെങ്കിൽ പബ്ലിക്കായിട്ട് ചീത്ത പറയാണ് കേട്ടോ. നിൻ്റെ ആ ഹസ്ബൻഡ് ശരിക്കും അയാളെ കൊന്നതല്ലേ, സത്യം പറ, നിനക്കും അതിൽ കയ്യില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ഇതേ സ്ഥലത്ത് തന്നെ നമ്മുടെ മൂജിനും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ആണെങ്കിൽ ഒരു മാപ്പൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ അച്ഛനോട് തലേദിവസം കിക്ക് ചെയ്തതിന്. ആ സമയത്താണ് ഇവിടുത്തെ ബഹളമൊക്കെ കേൾക്കുന്നത്. അപ്പം നമ്മുടെ മൂജിനാണെങ്കിൽ വന്നിട്ട് ആ ഗ്രാൻഡ് മാനെ വലിക്കുന്നുണ്ട്, ഞാൻ സംസാരിക്കാൻ നിങ്ങളോട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രാൻഡ് മാൻ ആണെങ്കിൽ അവിടെ അങ്ങോട്ട് ഇരുന്നു, ഒന്നും തന്നെ സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ എയ്യോ അങ്ങനെ മിറയെ ഓടി ചെന്ന് പിടിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഗ്രാൻഡ് മാനോട് നിങ്ങൾ ചോദിക്കുന്ന ആളെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല, ഞങ്ങളുമായിട്ടൊരു ബന്ധമില്ല അയാൾക്കെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഇതിനിടയിൽ മുൻപത്തെ ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതായത് പണ്ടത്തെ ആ ഒരു സ്നാക്ക് ബാറൊക്കെ പൂട്ടി പോകുന്ന സമയത്ത് ഈ ഗ്രാൻഡ്മ അന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്രാൻഡ്മയുടെ ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ട് മിറയുടെ അമ്മ വിളിച്ചപ്പോൾ ഗ്രാൻഡ്മ ഫോണൊന്നും എടുത്തിരുന്നില്ല കേട്ടോ. അന്ന് അമ്മേനെ ചേർത്ത് പിടിക്കാൻ മിറയ്ക്ക് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിൽ അമ്മേനെ അവൾ ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് ഈ മനുഷ്യനുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധമില്ല പറയാണ്. എന്നിട്ട് അവളുടെ ഹയർ അതോറിറ്റീസിൻ്റെ അവിടെ അവളൊരു ക്ഷമയൊക്കെ പറയുന്നുണ്ട്. കാരണം പേഴ്സണൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് അവിടെ അങ്ങനെ പറഞ്ഞത്. വീട്ടിലെത്തിയപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ നിന്റെ ജോലിക്ക് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അവരുടെ രണ്ടുപേരുടെയും സംസാരം നോക്കി മൂജിൻ ദൂരെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് നമ്മുടെ സ്പെക്സും വൈഫും കൂടിയിട്ട് ഇവരോട് ചോദിക്കുന്നത് നിങ്ങളുടെ എക്സ് ഹസ്ബൻഡിന് എന്തെങ്കിലും ബന്ധമുണ്ടോ നമ്മുടെ പ്രീവിയസ് ഓണർ മരിച്ചതിനെന്ന്. അപ്പം നമ്മുടെ അമ്മയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരിക കേട്ടോ. എന്നിട്ട് അയ്യോങ്ങ് പറയുകയാണ് നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ അയാളോട് പോയി ചോദിച്ചുകൂടെ, അയാളോട് ചോദിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ടല്ലേ ഞങ്ങളോട് ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചൂടാവുകയാണ് കേട്ടോ. നമ്മുടെ എയ്യോങ് അതായത് മിറയുടെ അമ്മ വീടിനകത്തേക്ക് കയറിപ്പോയതിന് ശേഷം അവൾ അച്ഛനോട് വന്ന് പറയുകയാണ് ഒന്ന് പോയി തരൂ ഇവിടെ നിന്ന് പറയുകയാണ് കേട്ടോ. അപ്പം അച്ഛനാണെങ്കിൽ ഭയങ്കര വിഷമമായിട്ട് വീടിനകത്തിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചായിട്ട് ലിക്വറൊക്കെ കുടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ മിറ ഇതുവരെ അച്ഛനോട് ഭയങ്കര ഒരുപാട് കാര്യങ്ങൾ ഹാർഷായി പറഞ്ഞിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും ആലോചിച്ച് വീണ്ടും വീണ്ടും കുടിക്കുകയാണ് കേട്ടോ. ഭയങ്കര വിഷമിച്ചിട്ടാണ് കുടിക്കുന്നത്. ഈ സമയത്താണ് മകൻ അങ്ങോട്ട് കള്ളു കുടിച്ചിട്ട് കയറി വരുന്നത്. എന്നിട്ട് മകൻ പറയാണ് അച്ഛൻ്റെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാൻ ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, വേറെ ഒന്നുമല്ല ടെസ്റ്ററാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ എന്നാണ് കേട്ടോ. അതിന് ഗ്രീൻ ലൈറ്റാണ് വരുന്നത്. ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ടാറ്റു ഉണ്ടോ എന്നാണ്. അതിനും ഗ്രീൻ ലൈറ്റാണ് വരുന്നത്. അച്ഛൻ മാച്ച് സ്റ്റിക്ക് ഉപയോഗിക്കുമോ, മുൻപത്തെ ലാൻഡ് ലോഡിനെ ഫയറിലാക്കിയത് അച്ഛനാണോ എന്നൊക്കെ ചോദിക്കുന്നതിന് ഫുള്ള് ഗ്രീൻ ലൈറ്റ് ആട്ടോ വരുന്നത്. അപ്പോൾ ഇവന് ഭയങ്കര ഡൗട്ട്, ഇതിന് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ, ഫുള്ള് ഗ്രീൻ ആണല്ലോ വരണേ പറയാണ്. നെക്സ്റ്റ് സീനിൽ എയോങ് ആണെങ്കിൽ ജിയോങ്ങിൻ്റെ സലൂണിലേക്ക് വരുമ്പോഴാണ് അകത്തിരിക്കുന്ന ആൾക്കാരെയൊക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ അകത്തേക്കൊന്നും കയറാതെ തിരിച്ചവിടെ നിന്ന് നടന്നു പോവുകയാണ്. സമയം നമ്മുടെ മൂജിനാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പോലീസ് സ്റ്റേഷനിലത്തെ ആൾക്കാരോട് ഈ ഒരു ഫയർ ഇൻസിഡൻറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ നമ്മുടെ സ്പെക്സ് അവിടെ ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പോലീസ് ഓഫീസർ നമ്മുടെ മൂജിനോട് പുറത്തേക്ക് പോകാനാണ് പറയുന്നത്. അപ്പോൾ ഈ സ്പെക്സിനെ കണ്ട വഴിക്ക് നമ്മുടെ മൂജിനാണെങ്കിൽ സ്പെക്സിനോട് വന്ന് പറയുകയാണ് എല്ലാവരോടും ഗ്യാദർ ചെയ്യാൻ പറയാൻ, എല്ലാവരോടും ഒരുമിച്ച് കൂടാൻ പറയുകയാണ്. സ്പെക്സിൻ്റെ വൈഫിനാണെങ്കിൽ മൊത്തത്തിൽ ടെൻഷനായി, ഇനി ഹസ്ബൻഡിന് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ സ്പെക്സും മൂജിനും കൂടി അങ്ങോട്ട് കയറി വരുന്നത്. മൂജിൻ എന്നിട്ട് അവൻ്റെ തീപ്പെട്ടി എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് ഇതൊരു സ്റ്റൈലാണ്, ഒരു മൂവിയിലത്തെ ആണെന്നൊക്കെ പറഞ്ഞ് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെ ഇവർക്ക് പകുതി ആശ്വാസമാവുന്നുണ്ട്.
കാരണം ഇവർ വിചാരിച്ച പോലത്തെ കാര്യങ്ങളൊന്നും അല്ല അവിടെ കണ്ടത്. അവൻ ജസ്റ്റ് അത് വായിൽ വെക്കുന്നേ ഉള്ളൂ. എന്നിട്ട് പറയുന്നുണ്ട്, "ഞാൻ പ്രീവിയസ് ഓണറിനെ മീറ്റ് ചെയ്തിരുന്നു. മിസ്റ്റർ ചോയ് കണ്ടത് എന്നെ തന്നെയാണ്. ഈ വില്ല വിൽക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മീറ്റ് ചെയ്തത് പ്രീവിയസ് ഓണറിനെ" എന്നുള്ള സത്യവും ഇവിടെ പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴും ഇവർക്ക് സമാധാനമാവുകയാണ്. കാരണം അവൻ ആ ഒരു കാര്യം സത്യമായിട്ട് തന്നെ ഇവിടെ പറഞ്ഞു. പിന്നെ ഈ സിറ്റിയിൽ ഒരുപാട് സ്ഥലങ്ങൾ എനിക്ക് പർച്ചേസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതന്നെ വാങ്ങിയതിൻ്റെ സെർട്ടൈൻ റീസൺ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ എന്ന് പറയാണ്. ഈ ഹോട്ടൽ ഓണറിനോട് ഇവൻ കുറച്ച് നേരത്തെ ബിയർ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. അവനാണെങ്കിൽ ഒരു ബിയറേ കൊണ്ടുവന്നുള്ളൂ കേട്ടോ. അപ്പം അച്ഛൻ പറയാണ്, "ഞാൻ എല്ലാവർക്കുള്ള ബിയറാ കൊണ്ടുവരാൻ പറഞ്ഞതെന്ന്" പറയാണ്. "ഇന്നത്തെ ട്രീറ്റ് എൻ്റെ വകയാന്ന്" പറയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരുമായിട്ട് ഭയങ്കര ഹാപ്പി ആവുകയാണ്. അതായത് എല്ലാവരുടെയും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ അവിടെ അവൻ മായ്ച്ച് കളയാണ്. സമയം നമ്മുടെ നായികയാണെങ്കിൽ ഒരു മീറ്റിങ്ങിലായിരുന്നു കേട്ടോ. അപ്പോഴാണ് അവൾക്കൊരു മെസ്സേജ് വരുന്നത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എത്ര ഊതിയാലും കെട്ടുപോകാത്ത ഒരു മെഴുകുതിരി ആട്ടോ കാണിക്കുന്നത്. അതിൻ്റെ അടിയിൽ ഒരു മെസ്സേജും വരുന്നുണ്ട്. "ഐ റിഫ്യൂസ് ടു ഗെറ്റ് ലോസ്റ്റ്" എന്നാണ് പറയുന്നത്. അതായത് ഗെറ്റ് ലോസ്റ്റ് ആവാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ് പറയുന്നത്. വേറെ ആരുമല്ല, അവളുടെ അച്ഛൻ തന്നെയാണ് കേട്ടോ ഇത് അയച്ചിരിക്കുന്നത്. മൂജിൻ ശരിക്കും ഒരാളെ തല്ലിയിട്ടുണ്ടായിരുന്നു. വേറെ ആരുമല്ല, പണ്ട് ഇവളുടെ അമ്മേനെ ഇറിറ്റേറ്റ് ചെയ്തിരുന്നില്ലേ, ഹറാസ് ചെയ്യാൻ നോക്കിയില്ല, അയാളെയാണ് കേട്ടോ. അയാളാണെങ്കിൽ ഒരു ഹോട്ടലിൽ ഒരു വെയിറ്ററിനെ ഹറാസ് ചെയ്യാൻ നിൽക്കുകയായിരുന്നു. ആ ടൈമിലാണ് നമ്മുടെ മൂജിൻ പോയിട്ട് അയാളെ അടിക്കാൻ പോയത്. അടിച്ചിട്ടും ഇടിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ആക്ഷൻസ് മാത്രമേ ഉള്ളൂ, ഒന്ന് പറഞ്ഞ് പേടിപ്പിച്ചേ ഉള്ളൂ. അങ്ങനെ ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് എൻഡ് ആവുന്നത്.